തിരഞ്ഞെടുപ്പ് ആസൂത്രണം ചെയ്തതും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചതും ന്യൂജൻ കോൺഗ്രസ്സുകാരാണ്. ന്യൂജൻ കോൺഗ്രസ്സുകാരുടെ തിരക്കഥയിലൂടെ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി. അത് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് വിഷമമുണ്ടാക്കിയിട്ടുണ്ട്. ഇവരുടെ ശൈലിയാണ് ഇവിടെ നടപ്പിലാക്കിയത്. അതുകൊണ്ടാണ് വി പ്രകാശിന്റെ വീട്ടിൽ പോവാതിരുന്നത്. അപ്പോൾ സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് തന്നെ സഹിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ശൈലി, അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ശൈലി നിലമ്പൂരിലെ പ്രചരണ രംഗത്ത് നടപ്പിലാക്കിയിട്ടുണ്ടായി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, നമ്മുടെ AICC സെക്രട്ടറി വേണുഗോപാൽ, ഇവരൊക്കെയാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ചുക്കാൻ പിടിച്ചത്. അതോടൊപ്പം തന്നെ ന്യൂജനും അതിൽ പങ്കെടുത്തു. വലിയൊരു സംഘം കോൺഗ്രസ് നേതാക്കന്മാർക്ക് അതിന് ആ നിലയിലുള്ള പരിഗണന കൊടുത്തില്ല. അപ്പം അതിലെ സമവാക്യങ്ങളിലെ മാറ്റം അത് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ വിഷമിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമാണ്. അതിൻ്റെ ഒരു പ്രതിഫലനം തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ കാണുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഇപ്പോഴും വി പ്രകാശിന്റെ ഭാര്യ വോട്ട് ചെയ്യാൻ വരുമോ എന്നുള്ള ചോദ്യം ഒരു വലിയ ചോദ്യമായിട്ട് വോട്ടർമാരുടെ മുന്നിലേക്ക് തന്നെ എറിഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അത് UDF ചെയ്താൽ ശരിക്കും അവർ മറുപടി പറഞ്ഞാൽ മതി. ആ മറുപടി പറയാതെ UDF സ്ഥാനാർത്ഥി മാറിപ്പോകുമ്പോൾ ആ ചോദ്യം തന്നെയാണ് ഉയർന്നു നിൽക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ ദിവസം. UDF ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ രംഗത്ത് നമ്മൾ കണ്ടതാണ്, വ്യത്യസ്തങ്ങളായ വർഗീയതകളുമായി ഉണ്ടാക്കിയ സന്ധി.